ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഉള്ളിത്തീയലാണ്. ഉള്ളിത്തീയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോഴും ചെറിയ ഉള്ളിയാണ് ഉള്ളിത്തീയലിനായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ആ ഉള്ളിത്തീയലിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ചെറിയ ഉള്ളി കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രമാണ്. അപ്പം നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ ഈ തീയലും കൂടി ഒഴിച്ച് കഴിക്കാനുള്ള ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചെറിയുള്ളിയാണ് തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൽ ചെറുതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കുറച്ച് വലിപ്പത്തിലുള്ളത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. 1 കപ്പ് തേങ്ങ ഞാൻ ചിരകിയതെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ആ വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്താണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 5 വറ്റൽമുളക്, 5 കാന്താരിമുളക്. മുളകിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലി. അപ്പം ഇതുപോലെ മല്ലിയായിട്ട് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, പകരമായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഉലുവ. ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചാണ് നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചൂടായ പാനിലേക്ക് ആദ്യമേ ഈ മല്ലിയും ഉലുവയും കൂടി ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ വേറെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ഇത് മാത്രം മതി. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും വേണം തേങ്ങ ചേർക്കാനായിട്ട്. ഇതിലേക്ക് തന്നെ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലൊരു ബ്രൗൺ കളർ, തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ വറുത്തെടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഉള്ളി ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 2 ഉള്ളിയും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക ഇതിലേക്ക്. തേങ്ങ അരച്ച് ചേർക്കുന്ന കൂടുതൽ ആ ഉള്ളിയും കൂടി ഒന്ന് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് കൂടുതലായിട്ട്. അപ്പോൾ 2 ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മല്ലിയൊക്കെ ഇട്ട് നമ്മൾ ചൂടാക്കി എടുക്കുമെന്ന് വെച്ചാൽ, മല്ലി ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം മല്ലി ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം മല്ലിയൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ, അതിപ്പോൾ ഏത് മസാലയാണെങ്കിലും നമ്മൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു മീൻകറിയൊക്കെ വെക്കുമ്പോൾ മുളക് പൊടിയൊക്കെ ഇടുമ്പോഴാണെങ്കിൽ പോലും അങ്ങനെയാണ്, ഏത് മസാലകളും കരിഞ്ഞു പോയാലും പിന്നെ ആ കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും. കാരണം ഒരു കയ്പ്പ് രസമായിരിക്കും പിന്നെ കറിക്കൊക്കെ. 2 ഉള്ളി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം, നല്ല ബ്രൗൺ കളറായി വരുന്നോടം വരെ. അപ്പോൾ തേങ്ങയൊക്കെ ഏകദേശം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ പൊടിയുടെ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഈ പാത്രത്തിൽ തന്നെ ചൂടാറാകാനായിട്ട് വെക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് കുറച്ചുകൂടി തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം. ഈ തേങ്ങയൊക്കെ ആറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. അപ്പം ഒരുപാട് അങ്ങ് വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് വേറൊരു പാനിലേക്ക് ഞാൻ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതാണ്. നമ്മൾ കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ വേണം ഇട്ട് വെക്കാനായിട്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പൊളിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു കളർ ചേഞ്ച് ആവുന്നിടം വരെ ഒന്ന് വഴറ്റണം. അപ്പോൾ ആ സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടി തിളപ്പിക്കാനായിട്ട് വെക്കണം. തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഉള്ളിയുടെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം നികത്തി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുത്ത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തേങ്ങ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ഈ തീയലിനാകുമ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കത്തില്ല. നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കാതെയാണ് മിക്കവരും അരച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് അരയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളവും വറ്റി ഇതിൽ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരച്ച് ചേർത്ത് കൊടുക്കാം.
ഉള്ളി വേവാനായിട്ട് വെച്ച് തിളപ്പിച്ച വെള്ളത്തിൽ കൂട്ട് കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം തിളപ്പിച്ച വെള്ളം വേണം, നമ്മൾ വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇനി ഇതിൻ്റെ കൂടെ പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. പുളിയിലെ ആ കുരുവും തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നോക്കുക പുളിയൊക്കെ കറക്റ്റാണോ, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന്. പുളിയൊക്കെ കറക്റ്റാണ്. ഞാനൊരു അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒരുപാട് അങ്ങ് വെന്തടിഞ്ഞു പോകാതെ നോക്കണം. കാരണം തീയലാകുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ കഷ്ണം പോലെ ഇങ്ങനെ ചെറുതായിട്ട് കിടക്കുന്നതാണ് നല്ലത്. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം. കാരണം ഇതിലേക്ക് ആ മസാലകളും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരല്പം കടുക് കൂടി താളിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് താളിക്കാനായിട്ട് ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില, ഇനി ഈ കറിയിലേക്ക് കടുക് താളിച്ചത് ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ നല്ല രുചികരമായ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയായി. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.